3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശമായ പോരാട്ടത്തിന് ശേഷം പാകിസ്ഥാൻ വെടിനിർത്തലിന് സമ്മതിച്ചതിനു ശേഷം ന്യൂഡൽഹിയും ഇസ്ലാമാബാദും സന്ദർശിച്ച ഏറ്റവും ഉയർന്ന നിലയിലുള്ള പാശ്ചാത്യ ഉദ്യോഗസ്ഥനാണ് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി. സാമ്പത്തിക കുടിയേറ്റ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ബ്രിട്ടീഷ് ബിസിനസ്സുകൾക്ക് കൂടുതൽ വളർച്ചാ അവസരങ്ങൾ നൽകുന്നതും ലാമിയുടെ സന്ദർശനത്തിൽ ഉൾപ്പെടുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ സമീപകാല സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭീകരവിരുദ്ധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ബ്രിട്ടനും ഇന്ത്യയും ചർച്ചകൾ നടത്തിയതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം UK വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ശനിയാഴ്ച റോയിട്ടേഴ്സിനോട് പറഞ്ഞു. മെയ് 10 ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചതിനു ശേഷം ഏകദേശം 30 വർഷത്തിനിടയിലെ ഏറ്റവും തീവ്രമായ സംഘർഷം അവസാനിപ്പിച്ചതിനു ശേഷം ന്യൂഡൽഹിയിലേക്കും ഇസ്ലാമാബാദിലേക്കും സന്ദർശനം നടത്തുന്ന ഏറ്റവും മുതിർന്ന പാശ്ചാത്യ ഉദ്യോഗസ്ഥനാണ് ലാമി. ഭീകരതയ്ക്കും അതിനെ പിന്തുണയ്ക്കുന്നവർക്കും എതിരെ നിർണായകമായ അന്താരാഷ്ട്ര നടപടിയുടെ ആവശ്യകതയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാമിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഊന്നി പറഞ്ഞിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ലാമി ശക്തമായി അപലപിച്ചതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന്റെയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷന്റെയും വിജയകരമായ സമാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ നാഴികക്കല്ലിലേക്ക് നയിച്ച ഇരുപക്ഷത്തിന്റെയും ക്രിയാത്മക ഇടപെടലിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഉഭയകക്ഷി ബന്ധങ്ങളിലെ വർദ്ധിച്ചുവരുന്ന ചലനാത്മകതയെ മോദി സ്വാഗതം ചെയ്തതായും ഇന്ത്യ UK സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴത്തിലുള്ള വളർച്ചയിൽ സംതൃപ്തി പ്രകടിപ്പിച്ചതായും PMO പ്രസ്താവനയിൽ പറഞ്ഞു. ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് കീഴിലുള്ള തുടർച്ചയായ സഹകരണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും വിശ്വസനീയവും അതുപോലെ സുരക്ഷിതവുമായ നവീകരണ ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്താനുള്ള അതിന്റെ സാധ്യതയെ പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും തീവ്രവാദ പശ്ചാത്തലത്തിലെ ദുർബലത ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ഭീകരത തിരിച്ചറിയുന്നുവെന്നും ന്യൂഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ വസതിയിൽ നൽകിയ അഭിമുഖത്തിൽ ലാമി പറയുകയുണ്ടായി. ഭീകരവിരുദ്ധ നടപടികളിൽ ഇന്ത്യയുമായി തുടർന്നും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ലാമി കൂട്ടിച്ചേർത്തു. മോദിയുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ഇന്ത്യ ഭീകരത ഒരു കാരണവശാലും സഹിക്കില്ല, സീറോ ടോളറൻസ് എന്ന നയമാണ് പിന്തുടരുന്നത് എന്നും കുറ്റവാളികളെയും ഇരകളെയും തുല്യമായി ഡൽഹി ഒരിക്കലും കരുതുകയില്ല എന്ന് പങ്കാളികൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായുള്ള ശനിയാഴ്ചത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഭീകരതയ്ക്കുള്ള ധനസഹായം തടയുന്നതിനെക്കുറിച്ചും നിയമപാലകരും നീതിന്യായ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും വിവരങ്ങൾ പങ്കിടുന്നതിനെക്കുറിച്ചും ഇന്ത്യയും ബ്രിട്ടനും ചർച്ച ചെയ്തിരുന്നു. ലോകത്തിലെ 5ാമത്തെയും 6ാമത്തെയും വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ലാമി പറഞ്ഞു. കഴിഞ്ഞ മാസം ആദ്യം രാജ്യങ്ങൾ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടാൻ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് എന്നും ലാമി പറയുകയുണ്ടായി. നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കും ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും ലാമി പറഞ്ഞു.